ചെയിൻ റൂൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ റൂൾ എന്ന ടോപ്പിക്കാണ്. ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിളിനെ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വരുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. The chain rule for functions of one variable states that if y equal to f of u is a differentiable function of u and u equal to g of x is a differentiable function of x, then the derivative of the composite function is dy by dx equal to dy by du into du by dx. അപ്പോൾ എന്താ ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ എന്താണ് പറയുന്നത്? y ഈക്വൽ ടു എഫ് ഓഫ് യു എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഉണ്ട്. യു എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ഡിഫറൻഷ്യബിൾ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് വൈ ഈക്വൽ ടു സൈൻ യു ആണ്. അതുപോലെ തന്നെ യു ഈക്വൽ ടു എക്സ് സ്ക്വയറും ആണ്. ഈ രണ്ട് ഫങ്ഷൻസും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി വൈ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇനി ഡി വൈ ബൈ ഡി യു കണ്ടുപിടിക്കുമ്പോൾ എന്താണ് വരിക? സൈൻ യുവിനെ വിത്ത് റെസ്പെക്ട് യു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും കോസ് യു. ഇനിയോ ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x ആണ്. പക്ഷേ യു എന്താണെന്ന് നമുക്കറിയാം, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിതിന് എഴുതാം 2x കോസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് വൺ വേരിയബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി, യു എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അത് തന്നെയാണ് നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന രീതി. ഇതിനെയാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് ഈ ചെയിൻ റൂൾ വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ് കണ്ടെത്താൻ കഴിയുക? അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് അല്ലെങ്കിൽ 2 or more വേരിയബിൾസിലാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം if z equal to f of u v is differentiable function and u equal to g of xy and v equal to h of xy are continuous, h of xy have continuous first partial derivatives, then dou z by dou x equal to dou z by dou u into dou u by dou x plus dou z by dou v into dou v by dou x and dou z by dou y equal to dou z by dou u into dou u by dou y plus dou z by dou v into dou v by dou y. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചെയിൻ റൂൾ, പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ചെയിൻ റൂൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ട്രീ ഡയഗ്രംസ്, ഇതുപോലുള്ള കുറച്ച് ട്രീ ഡയഗ്രംസ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഈ ചെയിൻ റൂൾ, പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് 2 or more വേരിയബിൾസിന് ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ ഇവിടെ സെഡ് എന്ന് പറയുന്ന ഫങ്ഷൻ യുവിൻ്റെയും വിയുടെയും ഫങ്ഷനാണ്. അപ്പോൾ ഇതാണ് സെഡ്. ഇതെന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഫങ്ഷനാണ്. അതുപോലെ തന്നെ യുവും വിയും എന്താണ്? എക്സിൻ്റെയും വൈയുടെയും ഫങ്ഷനാണ്. യു വി എന്നിവ എക്സിൻ്റെയും വൈയുടെയും ഫങ്ഷനാണ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോ സെഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സെഡിനെ വിത്ത് റെസ്പെക്റ്റ് യുവും വിത്ത് റെസ്പെക്റ്റ് വിയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡോ സെഡ് ബൈ ഡോ യുയും ഡോ സെഡ് ബൈ ഡോ വിയുമാണ്. കാരണം സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിൻ്റെയും ഒരു ഫങ്ഷനാണ്. ഇനി ഈ യുവും വിയും എന്തായിരുന്നു? എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ യുവിനെയും വിയെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ,
ഇനി നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോ സെറ്റ് ബൈ ഡോ എക്സ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഈ ഡയഗ്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് അടുത്ത എന്താ വരിക, ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. അതായത് എക്സ് വരുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കിയാൽ മതി. വിയിലും യുവിലും ഉണ്ട് എക്സ് അല്ലേ. യുവിനെ നമുക്ക് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എക്സ് വെച്ചിട്ട്, വി എയും നമുക്ക് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എക്സ് വെച്ചിട്ട്. അപ്പം ഡോ സെറ്റ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇതുപോലെ തന്നെ ഡോ സെറ്റ് ബൈ ഡോ വൈ കിട്ടാനായിട്ട് ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഈ ഇങ്ങനൊരു ഡയഗ്രം ഓർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ചെയിൻ റൂളിൻ്റെ ഫോർമുല നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഈ ഡയഗ്രത്തിനെയാണ് ട്രീ ഡയഗ്രം എന്ന് പറയുന്നത് നമ്മൾ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിനി എന്ത് ചെയ്യുന്നത്, ചെയിൻ റൂള് ഇത് മാത്രമല്ല ഉള്ളത്, ഇനിയുമുണ്ട് ചെയിൻ റൂൾസ്. അപ്പോൾ ഇതൊരു റൂളാണ്. ഈ റൂള് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സെഡ് ഈക്വൽ ടു എഫ്. സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഒരു ഫംഗ്ഷൻ, ഈ യുവും വിയും എക്സിൻ്റെയും വൈയുടെയും ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിലാണ് ഡോ സെറ്റ് ബൈ ഡോ എക്സും ഡോ സെറ്റ് ബൈ ഡോ വൈ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെഡ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി ക്യൂബ്. ഓക്കെ, അപ്പോൾ സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ വീണ്ടും ഒരു ഫംഗ്ഷനാണ്. ആൻഡ് യു ഈക്വൽ ടു ഇ റേസ് ടു 2x മൈനസ് 3y, വി ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഫൈൻഡ് ഡോ സെറ്റ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ സെറ്റ് ബൈ ഡോ വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി, യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് വി ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ എക്സ് എങ്ങനെയായിരിക്കും, ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡോ സെറ്റ് ബൈ ഡോ എക്സിൻ്റെ ഫോർമുല. ഓക്കെ, ഇനി നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ യു കണ്ടുപിടിക്കണം. ഡോ സെറ്റ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ സെഡിനെ വിത്ത് റെസ്പെക്റ്റ് യു നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ യു സ്ക്വയർ മൈനസ് വി ക്യൂബ് ആണ്. വിത്ത് റെസ്പെക്റ്റ് യു ആയതുകൊണ്ട് തന്നെ വിയുടെ ടേംസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് യു എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടുന്നത് 2u ആണ്. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചാൽ ഇതാണ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2x മൈനസ് 3y ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഇ റേസ് ടു 2x മൈനസ് 3yയുടെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു 2x മൈനസ് 3y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x മൈനസ് 3y. വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3yയുടെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ബാക്കി വരുന്നത് 2xൻ്റെ ഡെറിവേറ്റീവ് 2 പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി. ഡോ സെറ്റ് ബൈ ഡോ വി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 3v സ്ക്വയർ ആണ്. കാരണം യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് വി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 3v സ്ക്വയർ ആണ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഇവിടെ വി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് അല്ലേ, കോസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇനിയോ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്റ്റ് ടു എക്സ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് വരുന്നത് 2x മൈനസ് 0 ആണ്. അപ്പോൾ 2x എന്ന് തന്നെ കിട്ടും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, 4u ഇ റേസ് ടു 2x മൈനസ് 3y, 4u ഇൻറ്റു ഇ റേസ് ടു 2x മൈനസ് 3y മൈനസ് 6xv സ്ക്വയർ
മൈനസ് 6xv² cos x² മൈനസ് y². ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഡോ സെറ്റ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുമ്പോൾ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ വൈയും കണ്ടുപിടിക്കാം അല്ലേ. ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡോ സെറ്റ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചാൽ എന്ത് വരും? ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. ഓക്കെ, അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഡോ സെറ്റ് ബൈ ഡോ യു കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ നമ്മൾ നേരത്തെ ഡോ സെറ്റ് ബൈ ഡോ യു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഡോ സെറ്റ് ബൈ ഡോ വി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി ഡോ വി ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡോ സെറ്റ് ബൈ ഡോ വൈ കിട്ടും. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ നമുക്ക് കിട്ടും. ഇവിടെ എന്തായിരുന്നു? സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഒരു ഫംഗ്ഷനാണ്. യുവും വിയും എന്തായിരുന്നു? എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും ചെയിൻ റൂള് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി മറ്റൊരു കേസ് നമ്മൾ നോക്കുകയാണ്. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് യു വി. സെഡ് എന്ന് പറയുന്നത് യുവിൻ്റെയും വിയുടെ ഒരു ഫംഗ്ഷനാണ്. ഇസ് ഡിഫറൻഷ്യബിൾ ആൻഡ് യു ഈക്വൽ ടു ജി ഓഫ് ടി ആൻഡ് വി ഈക്വൽ ടു എച്ച് ഓഫ് ടി ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ടി. ദെൻ the ordinary derivative dz by dt is dz by dt equal to dou z by dou u into du by dt plus dou z by dou v into dv by dt. അപ്പോൾ നേരത്തെ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്നും ഇതിൽ വന്ന വ്യത്യാസം എന്താണ്? ആദ്യത്തെ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് യു വി ആണ്. സെഡ് എന്ന് പറയുന്നത് യുവിൻ്റെയും വിയുടെയും ഒരു ഫംഗ്ഷനാണ്. അത് ഡിഫറൻഷ്യബിൾ ആണ്. അവിടെ യുവും വിയും എക്സിൻ്റെയും വൈയുടെയും ഫംഗ്ഷനാണ്. അവിടെ യുവും വിയും തന്നെ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾ ആയിരുന്നു. പക്ഷേ ഇവിടെ യുവും വിയും ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണ്. അതായത് ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ് യുവും വിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡിനറി ഡെറിവേറ്റീവ് ഡി സെഡ് ബൈ ഡി ടി കണ്ടുപിടിക്കാനുള്ള റൂളാണ് പറയുന്നത്. ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. അപ്പോൾ ഇതും നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ചെയിൻ റൂൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുവിൻ്റെയും വിയുടെയും ഒരു ഫംഗ്ഷനാണ്. യുവും വിയും എന്താണ്? ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ വിയുടെ ഫംഗ്ഷനാണ്. യുവും വിയും ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. സെഡ് യുവിൻ്റെയും വിയുടെയും ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാമല്ലേ. ഡോ സെറ്റ് ബൈ ഡോ വി വിത്ത് റെസ്പെക്ട് ടു വിയും ഡോ സെറ്റ് ബൈ ഡോ യും. സെഡിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു വിത്ത് റെസ്പെക്ട് ടു വി. പക്ഷേ ഇവിടെ യുവും വിയും എന്തിൻ്റെ ഫംഗ്ഷനാണ്? ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യുവിൻ്റെയും വിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെ, പാർഷ്യൽ ഡെറിവേറ്റീവേ ഇല്ല അവിടെ. കാരണം ഒരൊറ്റ വേരിയബിളുള്ള ഫംഗ്ഷനാണെങ്കിൽ അതിനെ നമ്മൾ ഡെറിവേറ്റീവ് എന്നായിരുന്നു വിളിച്ചത്. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി ടിയും കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡി യു ബൈ ഡി ടിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രീ ഡയഗ്രത്തിൽ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെയും വിയുടെയും ഫംഗ്ഷനാണ്. യുവും വിയും ടിയുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ യു കണ്ടുപിടിക്കാം, ഡോ സെറ്റ് ബൈ ഡോ വി കണ്ടുപിടിക്കാം, ഡി യു ബൈ ഡി ടി കണ്ടുപിടിക്കാം, ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാം. കാരണം ഇവിടെ ഓർഡിനറി ഡെറിവേറ്റീവ് വരുന്നതിൻ്റെ കാരണം യുവും വിയും ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡി സെറ്റ് ബൈ ഡി ടി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രീ ഡയഗ്രം ഓർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഈ ചെയിൻ റൂള് അല്ലേ, ഈ റൂള് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഡി സെറ്റ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെറ്റ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി.
ആദ്യത്തിൽ നിന്നും രണ്ടാമത്തേലും വന്ന ആ ഡിഫറൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ സെഡ് എന്ന് പറഞ്ഞാൽ യുവിൻ്റെ വിയുടെ ഫംഗ്ഷൻ ആയിരുന്നു. ഈ യുവും വിയും എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ സെഡ് യുവിൻ്റെ വിയുടെ ഫംഗ്ഷനാണ്. യുവും വിയും ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ നമുക്കൊന്ന് ജനറലൈസ് ചെയ്ത് പറയാം. നമ്മളിപ്പോൾ 2 വേരിയബിളുള്ള ഒരു ഫംഗ്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. സെഡ് ഈക്വൽ ടു എഫ് ഓഫ് യു വി, അതുപോലെ തന്നെ u1 u2 എക്സെട്ര അല്ല യുവും വിയും എക്സിൻ്റെ വൈയുടെയും ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ രണ്ടിലും 2 വേരിയബിൾസ് വെച്ചേ വരുന്നുള്ളൂ. ഇനി 2-ലധികം വേരിയബിൾസ് വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഈ റൂളിൽ നിന്ന് നോക്കാം. ഓക്കെ, ഇഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് u1 u2 എക്സെട്ര un ആൻഡ് ഈച്ച് ഓഫ് ദ വേരിയബിൾസ് u1 u2 എക്സെട്ര un ആർ ഫംഗ്ഷൻസ് ഓഫ് x1 x2 എക്സെട്ര xk. സെഡ് എന്ന് പറഞ്ഞാൽ u1 u2 എക്സെട്ര un അങ്ങനെ n വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഈ n വേരിയബിൾസും u1 u2 എക്സെട്ര un ഈ n ഓരോന്നും x1 x2 എക്സെട്ര xk എന്ന് പറയുന്ന k വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ്. അപ്പം നമ്മളുടെ ആ റൂള് അല്ലെങ്കിൽ ആ തിയറം നമുക്ക് ഇങ്ങനെ എഴുതാം. ഡോ സെഡ് ബൈ ഡോ എക്സ് ഐ. ഇപ്പോൾ ഡോ സെഡ് ബൈ ഡോ x1 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഡോ സെഡ് ബൈ ഡോ u1 ഇൻറ്റു ഡോ u1 ബൈ ഡോ x1 പ്ലസ് ഡോ സെഡ് ബൈ ഡോ u2 ഇൻറ്റു ഡോ u2 ബൈ ഡോ x1 പ്ലസ് എക്സെട്ര പ്ലസ് ഡോ സെഡ് ബൈ ഡോ un ഇൻറ്റു ഡോ un ബൈ ഡോ x1. ഇവിടെ ഇപ്പോൾ ജനറലായിട്ട് x1 x2 ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ഐ, ഐക്ക് 1 മുതൽ n വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് 1 മുതൽ k വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം. കാരണം x1 x2 എക്സെട്ര xk വരെയാണ്. ഡോ സെഡ് ബൈ ഡോ എക്സ് ഐ ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ u1 ഇൻറ്റു ഡോ u1 ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ സെഡ് ബൈ ഡോ u2 ഇൻറ്റു ഡോ u2 ബൈ ഡോ എക്സ് ഐ പ്ലസ് എക്സെട്ര പ്ലസ് ഡോ സെഡ് ബൈ ഡോ un ഇൻറ്റു ഡോ un ബൈ ഡോ എക്സ് ഐ. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു അല്ലേ. u1 u2 എക്സെട്ര un അല്ലെങ്കിൽ u1ഉം യുവും വിയും ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ എങ്ങനെ വരും? ഡി സെഡ് ബൈ ഡി ടി നമ്മൾ ഓർഡിനറി ഡെറിവേറ്റീവ് നമ്മൾ ഒരു റൂൾ വെച്ച് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇവിടെ u1 u2 എക്സെട്ര un ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് എ സിംഗിൾ വേരിയബിൾ ടി. ദെൻ ഡി സെഡ് ബൈ ഡി ടി ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ u1 ഇൻറ്റു ഡോ u1 ബൈ ഡി ടി. സെഡ് എന്ന് പറഞ്ഞാൽ u1 u2 എക്സെട്ര un-ൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ സെഡിനെ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് u1 പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്റ്റ് u2 പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്റ്റ് എക്സെട്ര വിത്ത് റെസ്പെക്റ്റ് un പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഓരോ u1 u2 എക്സെട്ര un-ഉം ടി എന്ന് പറയുന്ന ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടി അതിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടെത്താം അല്ലേ. du1 ബൈ ഡി ടി du2 ബൈ ഡി ടി എക്സെട്ര പ്ലസ് dun ബൈ ഡി ടി. ഡി സെഡ് ബൈ ഡി ടി ഇങ്ങനെയാണ് വരുന്നത്. ഡോ സെഡ് ബൈ ഡോ u1 ഇൻറ്റു du1 ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ u2 ഇൻറ്റു du2 ബൈ ഡി ടി പ്ലസ് എക്സെട്ര പ്ലസ് ഡോ സെഡ് ബൈ ഡോ un ഇൻറ്റു dun ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യത്തെ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിളിൽ നിന്നും ഫംഗ്ഷൻ ഓഫ് n വേരിയബിൾ വരെ നമുക്ക് ജനറലൈസ് എഴുതാനായിട്ട് സാധിച്ചു. ഓക്കെ, നമ്മൾ ഈ ട്രീ ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ട്രീ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ റൂൾ തന്നെ. ചെയിൻ റൂൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രീ ഡയഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇഫ് r ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് ടു 5z³ ആൻഡ് എക്സ് ഈക്വൽ ടു യു വി ഇ റേസ് ടു 2s, വൈ ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് വി സ്ക്വയർ എസ്, സെഡ് ഈക്വൽ ടു സൈൻ യു വി എസ് സ്ക്വയർ ആണെങ്കിൽ ഫൈൻഡ് ഡോ ആർ ബൈ ഡോ എസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഡോ ആർ ബൈ ഡോ എസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അല്ലേ. നമ്മൾ ട്രീ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിയാൽ മതി. നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഏതാണ്? ആറ്. ഈ ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കിക്കേ, എക്സ് വൈ സെഡ് അല്ലേ. എക്സ് വൈ സെഡ്. ആറിൽ നോക്കിയാൽ നമുക്കറിയാം എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, 3 വേരിയബിളുണ്ട്. അപ്പം എക്സ് വൈ സെഡിൻ്റെ ഫംഗ്ഷനാണ് ആറ്. ഈ എക്സ് എന്തിൻ്റെ ഫംഗ്ഷനാണ്? യു വി എസിൻ്റെ ഫംഗ്ഷനാണ് എക്സ്. അതുപോലെ തന്നെ വൈ നോക്കിയാലും അതും യു വി എസിൻ്റെ ഫംഗ്ഷനാണ്. സെഡ് നോക്കിയാലോ അതും യു വി എസിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ആർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് എക്സ് വൈ സെഡിൻ്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട്
ഈ ആറിന് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാം, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ കണ്ടുപിടിക്കാം, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടുപിടിക്കാം ഈ ആറിന്. ഇനി ഈ ആർ എന്ന് പറഞ്ഞാൽ എക്സ് വൈ സെഡിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ യു വി എസിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ യുവിനെയും എക്സിനെയും വൈനെയും സെഡിനെയും നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു യു, വിത്ത് റെസ്പെക്ട് ടു വി, വിത്ത് റെസ്പെക്ട് ടു എസ്. അങ്ങനെ എക്സിനും വൈക്കും സെഡിനും മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് വരും. അങ്ങനെ ടോട്ടൽ 9 പാർഷ്യൽ ഡെറിവേറ്റീവ് ഈ ഒരു ലൈനിൽ തന്നെ വരും, ഇവിടെ 3 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡോ ആർ ബൈ ഡോ എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡോ ആർ ബൈ ഡോ എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ മതി, ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ്. കാരണം ആർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വൈയുടെയും സെഡിൻ്റെയും ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആറിനെ ഈ 3 പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ യു വി എസിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡോ ആർ ബൈ ഡോ എസ് ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. വൈയെയും വിത്ത് റെസ്പെക്ട് ടു എസ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. സെഡിനെയും വിത്ത് റെസ്പെക്ട് ടു എസ് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ആ ഇക്വേഷൻ വരുന്നത്. ഡോ ആർ ബൈ ഡോ എസ് ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ് ഡോ ആർ ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എസ് പ്ലസ് ഡോ ആർ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എസ്. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡോ ആർ ബൈ ഡോ എക്സ് എന്താണ് വരിക, ഈ ആറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 2x മാത്രമേ വരികയുള്ളൂ. ഇനി ഡോ എക്സ് ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, ഇപ്പം ഡോ എക്സ് ബൈ ഡോ എസ് ആണ്. അപ്പം എക്സ് ഒഴികെ എസിൻ്റെ ടേമുള്ള വേരിയബിൾ ഒഴികെ എസിൻ്റെ ടേം വരുന്ന ഒഴികെ ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ യു വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബാക്കി എസിൻ്റെ ടേം ഉള്ളത് ഇ റേസ്റ്റ് ടു എസ് ആണ്. ഇ റേസ്റ്റ് ടു എസിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ്റ്റ് ടു എസ് തന്നെ. ഇനി നമ്മൾ ഈ 2എസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2എസിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ആണ്. പ്ലസ് അടുത്തത് ഡോ ആർ ബൈ ഡോ വൈ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 5 വൈ റേസ് ടു 4 സെഡ് ക്യൂബ് ഇൻറ്റു എന്ത് വരും, ഡോ വൈ ബൈ ഡോ എസ് വേണം. അപ്പോൾ ഡോ വൈ ബൈ ഡോ എസ് എന്ന് പറഞ്ഞാൽ യു സ്ക്വയറിൻ്റെ ഇത് 0 ആയി പോകും. ബാക്കി മൈനസ് വി സ്ക്വയർ എസ് ആണുള്ളത്. അതിൽ എസ് കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റു മൈനസ് വി സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് വി സ്ക്വയർ എസ്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് വി സ്ക്വയർ ആണ്. മൈനസ് വി സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എസ്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും. ഓക്കെ, പ്ലസ് അടുത്ത എന്താ വരിക, ഡോ ആർ ബൈ ഡോ സെഡ്. ഡോ ആർ ബൈ ഡോ സെഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയറിൻ്റെ ഈ ടേം 0 ആയി പോകും. ബാക്കി വൈ റേസ് ടു 5 കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ സെഡ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 സെഡ് സ്ക്വയർ ആണ്. അപ്പം നമുക്ക് കിട്ടുന്നത് വൈ റേസ് ടു 5 ഇൻറ്റു 3 സെഡ് സ്ക്വയർ, വൈ റേസ് ടു 5 3 സെഡ് സ്ക്വയർ ഇൻറ്റു ഇനിയോ ഡോ സെഡ് ബൈ ഡോ എസ്. ഡോ സെഡ് ബൈ ഡോ എസ്. ഡോ സെഡ് ബൈ ഡോ എസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഇതാണ് സെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സൈനിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് അല്ലേ. അപ്പോൾ കോസ് യു വി എസ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു വി എസ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എസ്. അപ്പോൾ യുവും വിയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ഇനി എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് യു വി എസ് സ്ക്വയർ ഇൻറ്റു കോസ് യു വി എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഡോ ആർ ബൈ ഡോ എസ് എന്ന് പറയുന്നത്. 2x യു വി ഇ റേസ്റ്റ് ടു എസ് ഇൻറ്റു 2 പ്ലസ് 5 വൈ റേസ്റ്റ് ടു 4 സെഡ് റേസ്റ്റ് ടു 5 ഇൻറ്റു മൈനസ് വി സ്ക്വയർ പ്ലസ് വൈ റേസ്റ്റ് ടു 5 3 സെഡ് സ്ക്വയർ കോസ് യു വി എസ് സ്ക്വയർ ഇൻറ്റു 2s. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ ആക്കാം, സിംപ്ലിഫൈ ചെയ്ത് അങ്ങനെയും എഴുതാം. ഓക്കെ,
ഇനി അടുത്തൊരു എക്സാമ്പിളാണ് നമ്മൾ ട്രീ ഡയഗ്രാം ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിളാണ്. സെഡ് ഈക്വൽ ടു ഇഫ് സെഡ് ഈക്വൽ ടു യു സ്ക്വയർ വി ക്യൂബ് ഡബ്ല്യു റേസ്റ്റ് 4 ആൻഡ് യു ഈക്വൽ ടു ടി സ്ക്വയർ വി ഈസ് ഈക്വൽ ടു 5t മൈനസ് 8 ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടി ക്യൂബ് പ്ലസ് ടി ഫൈൻഡ് ഡി സെഡ് ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ കേസായിട്ട് ചെയ്ത കാര്യമാണ്. സെഡ് എന്ന് പറഞ്ഞാൽ യു വി ഡബ്ല്യുവിൻ്റെ ഫംഗ്ഷനാണ്. സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി ഡബ്ല്യു ആൻഡ് യു വി ഡബ്ല്യു ആർ ഫങ്ഷൻസ് ഓഫ് ടി. ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണ്. ടിയുടെ ഫംഗ്ഷനാണ് യുവും വിയും ഡബ്ല്യുവും. അങ്ങനെയാണെങ്കിൽ ഡി സെഡ് ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സെഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു വി ഡബ്ല്യു ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു യു വി ഡബ്ല്യു അല്ലേ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു യു വി ഡബ്ല്യു കണ്ടുപിടിക്കാം. ഇനി യുവും വിയും ഡബ്ല്യുവും ഫംഗ്ഷൻ ഓഫ് ടി ആണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്, വൺ വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി, ഡി ഡബ്ല്യു ബൈ ഡി ടി. ഓക്കെ, ട്രീ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഈ ഇക്വേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഡി സെഡ് ബൈ ഡി ടി എന്താണ് വരിക? ഡോ സെഡ് ബൈ ഡി ടി എന്താ വരിക? ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി. സെഡ് എന്ന് പറയുന്നത് യുവിൻ്റെ ഒരു ഫംഗ്ഷനാണ്, യു എന്ന് പറഞ്ഞാൽ ടിയുടെ ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി ടി. പിന്നെ നമ്മൾ ഡോ സെഡ് ബൈ ഡോ യു ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വി ക്യൂബ് ഡബ്ല്യു റേസ്റ്റ് 4, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി വി സ്ക്വയറിൻ്റെ യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലേ? യു സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് യു. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇൻറ്റു 2u ഇൻറ്റു ഡി യു ബൈ ഡി ടി. ഡി യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡി യു ഇതാണ് അല്ലെ, യു ഇതാണ്, ടി സ്ക്വയർ. അപ്പോൾ 2 ഇൻറ്റു ടി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വി. ഡോ സെഡ് ബൈ ഡോ വി എന്താണ് വരിക? സെഡിനെ വിത്ത് റെസ്പെക്ട് ടു വി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ യു സ്ക്വയർ ഡബ്ല്യു റേസ്റ്റ് 4 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു വി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3v സ്ക്വയർ ആണ് ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എന്ന് വി എന്ന് പറഞ്ഞാൽ 5t മൈനസ് 8 ആണ്. അപ്പോൾ 5t മൈനസ് 8നെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5 ആണ്. ഓക്കെ, അടുത്തത് ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡബ്ല്യു ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് യു സ്ക്വയർ വി ക്യൂബ് ഇൻറ്റു 4w റേസ് ടു 3 അല്ലേ? 4w ക്യൂബ് ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3t സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പം ഇവിടെ വരുന്നത് പ്ലസ് എന്ത് വരും? ഡോ സെഡ് ബൈ ഡോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4u സ്ക്വയർ വി ക്യൂബ് ഡബ്ല്യു ക്യൂബ് ഇൻറ്റു ടി ക്യൂബ് പ്ലസ് ടി ആയിരുന്നു. ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3t സ്ക്വയർ പ്ലസ് 1 ആണ്. ഓക്കെ, 3t സ്ക്വയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരുന്നത്? ഡി സെഡ് ബൈ ഡി ടി എന്ന് പറയുന്ന ഫങ്ഷൻ. ഇന്ന് നമ്മൾ കണ്ട കാര്യം ചെയിൻ റൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതെന്നായിരുന്നു. പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ഫങ്ഷൻ ഓഫ് വൺ വേരിയബിൾ ആണെങ്കിൽ നമുക്ക് ചെയിൻ റൂൾ അറിയാം. y ഈക്വൽ ടു എഫ് ഓഫ് യു ആണ്. യു എന്ന് പറയുന്നത് ഒരു ജി ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. പിന്നെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ഓഫ് 2 or more വേരിയബിൾസ് വരുമ്പോൾ എങ്ങനെയാണ് ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടു അല്ലേ? ഇപ്പം സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അതുപോലെ തന്നെ എക്സും വൈയും യു കോമ വി എന്ന് പറയുന്ന രണ്ട് വേരിയബിളിൻ്റെ ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ചെയിൻ റൂൾ ഉപയോഗിച്ച് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് യു എന്ന് പറയുന്ന ഫംഗ്ഷനുണ്ട്. യുവും വിയും ടി എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആണെങ്കിൽ
ഈ ഡി സെഡ് ബൈ ഡി ടി അല്ലേ, ഓർഡിനറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മളവിടെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് ട്രീ ഡയഗ്രാംസ് ഉണ്ട്. ആ ട്രീ ഡയഗ്രാംസ് വരച്ചാൽ നമുക്ക് ഈ ഡെറിവേറ്റീവ് ഈ ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ചെയിൻ റൂളിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.